സാറിന്റെ അപ്ബ്രിങ്ങിങ്ങും ഇതേപോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്നായിരുന്നു? അതെ, 100%. എൻ്റെ ഫാദർ പോലീസിലായിരുന്നു, മദർ ക്ലർക്കായിരുന്നു. രണ്ടുപേരും ഗവൺമെന്റ് ഓഫീസിലായിരുന്നു. പക്ഷെ എന്നാലും അന്നത്തെ കാലത്തൊന്നും ഗവൺമെന്റ് അത്രയും വലിയ സാലറി ഇതൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് നോർമൽ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് തന്നെയായിരുന്നു. കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ സാർ റേസ് ചെയ്യാൻ പറ്റി ആ ഒരു യങ് ഏജിൽ? കോളേജ് പഠിക്കാൻ പോയ കാലത്ത് അവിടെ ഫീസ് അടയ്ക്കാൻ പറ്റാതിരുന്നുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ കോളേജിനെ മാർക്കറ്റ് ചെയ്തു. അവിടെ നന്നായി ചെയ്തപ്പോൾ അടുത്തുള്ള ബാക്കിയുള്ള കോളേജുകളിലേക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ അന്ന് കോളേജുകൾ മൊത്തമായിട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കോളേജ് എങ്ങനെ റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പ്രോസസ്സ്, കാര്യങ്ങളൊക്കെ ചെറിയ ടൈമിൽ തന്നെ പഠിച്ചെടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. ചെറുപ്പം മുതൽ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. കാരണം എൻ്റെ സറൗണ്ടിങ്സിലൊന്നും അങ്ങനെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ ആരും അങ്ങനെ ബിസിനസ് ചെയ്യുന്നവരില്ലായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഈ കോളേജിന്റെ ചെയർമാൻമാരുടെ മക്കളും വൈസ് ചെയർമാൻമാരായിട്ടുള്ള അവരും ഒക്കെയാണ്. അവരുടെ കൂടെയൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.